വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് കാട്ടാന ആക്രമണങ്ങൾ തടയാൻ നടപടിയെടുത്ത് വനം വകുപ്പ്. നാളെ ഉച്ചയ്ക്ക് 2:30-ക്ക് വനം വകുപ്പ് ആസ്ഥാനത്ത് ഉന്നതതല യോഗം വിളിച്ചു. സംസ്ഥാനത്ത് കാട്ടാന ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് വനം വകുപ്പ് ഉന്നതതല യോഗം വിളിച്ചത്. യോഗത്തിൽ എല്ലാ വിഭാഗം മേധാവികളോടും പങ്കെടുക്കാൻ നിർദ്ദേശം നൽകി. തദ്ദേശീയ സന്നദ്ധ പ്രവർത്തകരെ ഉൾപ്പെടുത്തി പ്രൈമറി റെസ്പോൺസ് ടീം രൂപീകരിക്കും. യോഗത്തിൽ അടിയന്തരമായി സ്വീകരിക്കേണ്ട നടപടികളെ സംബന്ധിച്ച് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും. അതേസമയം കാട്ടാന ആക്രമണങ്ങളിൽ ജനങ്ങളെ സംരക്ഷിക്കാൻ ഊർജിതമായ ശ്രമം ഉണ്ടാകുമെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ നിയമസഭയിൽ പറഞ്ഞു. വന്യജീവി ആക്രമണങ്ങളെ സർക്കാർ നിസ്സാരമായി കാണുന്നു എന്ന ആരോപണം വേദനാജനകമാണെന്നും മന്ത്രി പ്രതികരിച്ചു. വയനാട്ടിൽ വീണ്ടും കാട്ടാന ആക്രമണത്തിൽ മരണം. സുൽത്താൻ ബത്തേരി നൂൽപ്പുഴ കാപ്പാട് ഉന്നതിയിലെ മാനുവാണ് മരിച്ചത്. വന്യജീവി ആക്രമണം തുടർക്കഥയാകുന്നത് ചൂണ്ടിക്കാട്ടി നാട്ടുകാർ പ്രതിഷേധിച്ചു. നൂൽപ്പുഴ കാപ്പാട് ഉന്നതിയിലെ മാനു ഇന്നലെ വൈകിട്ട് കടയിൽ പോയി സാധനങ്ങൾ വാങ്ങി തിരികെ വരുന്നതിനിടെയാണ് കാട്ടാന ആക്രമണം ഉണ്ടായത്. നൂൽപ്പുഴയിൽ കാട്ടാന ശല്യമുള്ള മേഖലയിലാണ് ആക്രമണമുണ്ടായത്. തമിഴ്നാട്ടിലെ വെള്ളരി കോളനി നിവാസിയാണ് മാനു. കാപ്പാട് കോളനിയിലേക്ക് വിരുന്നു വന്നതായിരുന്നു. മാനുവിനൊപ്പം ഭാര്യ ചന്ദ്രികയും സംഭവ സമയത്ത് കൂടെയുണ്ടായിരുന്നു. ആദ്യം ഇവരെ കാണാതായെങ്കിലും പിന്നീട് സുരക്ഷിതയായി കണ്ടെത്തി. കാട്ടാനാക്രമണം തുടർക്കഥയാകുന്നു എന്നാരോപിച്ച് നാട്ടുകാർ മാനുവിന്റെ മൃതദേഹവുമായി പ്രതിഷേധിച്ചു. പിന്നീട് ഉദ്യോഗസ്ഥർ ഇടപെട്ട് മാനുവിന്റെ മൃതദേഹം സംസ്കരിച്ചു. ഇടുക്കി പെരുവന്താനം ചേന്നപ്പാറയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സോഫിയ ഇസ്മയിലിന്റെ മൃതദേഹം സംസ്കരിച്ചു. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് ചേന്നപ്പാറ മുകൾ ഭാഗത്തുള്ള വീടിന് സമീപത്തെ അരുവിയിൽ സോഫിയ കുളിക്കുവാൻ എത്തിയത്. ഇവിടെ വെച്ചാണ് ദിവസങ്ങളായി നാട്ടിൽ പരിഭ്രാന്തി പരത്തി നടന്നിരുന്ന കാട്ടാന സോഫിയെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. വിവരമറിഞ്ഞ വനം വകുപ്പും ഉദ്യോഗസ്ഥരും പോലീസും സ്ഥലത്തെത്തിയെങ്കിലും മൃതദേഹം എടുക്കുവാൻ അനുവദിക്കാതെ നാട്ടുകാർ പ്രതിഷേധം ശക്തമാക്കി. മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാകുമ്പോഴും വനം വകുപ്പ് ഒന്നും ചെയ്യുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. തുടർന്ന് ഇടുക്കി ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി രാത്രിയിലെത്തി സമരക്കാരുമായി ചർച്ച നടത്തി. പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുമെന്നും ഒറ്റപ്പെട്ട് കഴിയുന്ന കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കുമെന്നും സോഫി